അപ്പോഴേ സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രക്തചന്ദനത്തിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്, ഗ്ലിസറിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും അതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളും അതൊക്കെ പോകാനും അടിപൊളി ഒരു വസ്തുവായിട്ട് നമ്മുടെ രക്തചന്ദനം. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ എണ്ണയിൽ കിഴി കെട്ടിയിട്ട് എണ്ണയിൽ അതായത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് അത് ചൂടാക്കിയിട്ട് അതിൻ്റെ സത്ത് മാത്രം, അതായത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ സോപ്പിൻ്റെ ഇത് പോകാണ്ടിരിക്കുക, അതായത് ട്രാൻസ്പെറൻറ്റ് സോപ്പുകളോ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ നല്ല ബേസ്, അതായത് സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസുകൾ, അതുപോലെ ഷാമ്പുവിൻ്റെ ബേസുകൾ, അതുപോലെ എല്ലാ ജെല്ലുകളും കളറുകളും ഫ്രാഗ്രൻസുകളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചോ. നല്ല ബേസ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോ. കിട്ടുന്നില്ലാത്തവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോഴേ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രക്തചന്ദനത്തിൻ്റെ പൊടി ഇതേ കണ്ടില്ലേ, അത് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഓയിലുകളാണ്. ഓയിൽ ആവശ്യമുണ്ട്. അതായത് നമ്മൾ കുറച്ച് ഷിയ ബട്ടറും കുറച്ച് കൊക്കനട്ട് ഓയിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ. അപ്പോൾ നമ്മൾ അതിലേക്കൊരു നല്ലൊരു കപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒലിവ് ഓയിൽ നമ്മൾ കുറച്ച് എടുക്കണം. നമ്മൾ 2 സോപ്പിലേക്കുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഓയിൽ സോപ്പിലേക്കുള്ളത് എടുക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഗ്ലിസറിൻ സോപ്പിലേക്കുള്ളത് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാം ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഷിയ ബട്ടർ എടുക്കാം. ഒരു 50 ഗ്രാം ഷിയ ബട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ശുദ്ധമായിട്ട് നമ്മൾ മില്ലിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്തോളൂ കേട്ടോ. 200 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടി. അത് നമ്മൾ കിഴി കെട്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 10-25 ഗ്രാം എടുത്തോ. നമ്മൾ കിഴി കെട്ടുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിരിക്കേണ്ടി ഇടും. നമ്മുടെ വെളിച്ചെണ്ണയിൽ ഷിയ ബട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങും. നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക്. അപ്പോഴേ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തന്നില്ലേ, അതൊക്കെ നന്നായി അരിച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് എങ്ങനെ ചേർക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബേസ് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബേസ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നല്ല ബേസ് എടുക്കണ്ട, കൈമന്ന് ഒട്ടിപ്പിടിക്കാത്ത ബേസ് എടുക്കുക. ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ കാണിച്ചു തന്നെ പോലെ ചെയ്യുക. അത് ഡബിൾ ബോയിലിംഗ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർഷകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം അപ്പം തന്നെ പാക്ക് ചെയ്യുക. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഈർപ്പം നിൽക്കണുണ്ടില്ലേ, അതേപോലെ വരും. ഇതേപോലെ വരാണ്ടിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കൈയോടെ പാക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഈർപ്പം വരില്ല. അല്ലെങ്കിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ സോപ്പ് കാണാൻ ഒരു ഭംഗിയില്ലാത്ത വരും. അപ്പോൾ എല്ലാവരും കൈയോടെ പാക്ക് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഞാനിത് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ബേസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ട് കണ്ടിട്ട് നല്ല ക്ലിയർ ബേസ് കേട്ടോ കണ്ട. ഇനി അതിലേക്ക് നമ്മുടെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഓയിൽ, നമ്മുടെ രക്തചന്ദനത്തിൻ്റെ ഓയിൽ, അത് ചേർക്കുക. ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ടീസ്പൂൺ ഇട്ടാ, വലിയ ടീസ്പൂണിൽ ചേർക്കരുത്, ചെറിയ ടീസ്പൂണിൽ അല്ലേ. ഏകദേശം ഒരു 2 സോപ്പിനോളം ഉണ്ടാവുള്ളൂ. നമ്മളൊരു 10 മില്ലി ചേർത്തുണ്ടാവും. ഓക്കെ, ചെറിയ ടീസ്പൂണല്ല ഇതിലുള്ളൂ അവിടെ ഒരു ചെറിയ. അപ്പോൾ അതിൻ്റെ ഒരു കളർ വന്നു, ചോപ്പ കളർ മതി. നമുക്ക് ഇനി മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ചേർക്കാം. ഒരു 5 മില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ എന്തായി സോപ്പ് സെറ്റായിൻ്റെ. അപ്പം ഇനി നമ്മൾ അതിലേക്ക് റബ്ബിങ് ആൽക്കഹോൾ പതുക്കെ അടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴേ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ ഗ്ലിസറിൻ സോപ്പൊക്കെ നന്നായി സെറ്റായിട്ട് അത് നമുക്ക് എടുത്ത് കാണിച്ചു തരാം. മോൾഡിൽ നിന്ന് കേട്ടോ, നല്ല ഗ്ലേസിങ് കേട്ടോ, നല്ല കട്ടിയുണ്ട് കേട്ടോ. സോപ്പ് ഒരു 140 ഗ്രാം സോപ്പ് ഉണ്ടാവും കേട്ടോ. അത് വലിയ മോൾട്ടാണ്.
കണ്ട നല്ല റെഡ് കളറും നല്ല മിനുസുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഗ്ലിസറിൻ സോപ്പ് രക്തചേതന. അപ്പോൾ നമ്മുടെ മുഖത്തെ പാടുകളും കറുത്ത പുള്ളികളൊക്കെ പോയി നല്ല ഗ്ലാമറാവും നമ്മൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ബേസുകൾ, സ്മെല്ല്, ഫ്രാഗ്രൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.